കേരളം കണ്ട പ്രഗത്ഭമതികളായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് എൻ്റെ അനുഭവം, എൻ്റെ പരിചയം, എൻ്റെ ഇടപെടൽ എല്ലാം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കരുത്തനായ ഒരു ഭരണാധികാരിയാണ്. പാർട്ടിയോട് അദ്ദേഹത്തിന് അന്ധമായ വിധേയത്വമാണ്. അതാണ് അദ്ദേഹത്തിന് പറ്റിയ. തൻ്റെ പാർട്ടി മാത്രമാണ് ശരി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി താൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ധാരണ, ഒരു അഹങ്കാരം അദ്ദേഹത്തിന് എവിടെ വെച്ചോ പിടികൂടിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ അടിമുടി, അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ഓടുന്നത് മുഴുവൻ ആ പാർട്ടി താല്പര്യങ്ങളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ. ജനങ്ങളുടെ വികാരം ചില സമയത്ത് അനിയന്ത്രിതമാകും. അവിടെ ധർമ്മടത്ത് ജനങ്ങളുടെ ഈ എല്ലാ പ്രചരണങ്ങളും വന്ന് അടിയുന്നത് പിണറായി വിജയൻ്റെ മണ്ഡലത്തിലാണല്ലോ. അതങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന പ്രചരണങ്ങളെല്ലാം വന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് തോന്നി, അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയ അദ്ദേഹത്തിനൊന്ന് മാറിക്കൂടെ. ഇതാണ് എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് മാറിക്കൂടെ. അതുപോലെ ഒരു ചെറിയ മൃദുവായ ഒരു ചോദ്യമാണ് ധർമ്മടത്ത് ജനങ്ങൾ ചോദിച്ചത്. അദ്ദേഹം നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ മണ്ഡലത്തിൽ വേറെ ആരെങ്കിലും 2-3 തവണ ആയല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായി, 10 കൊല്ലമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാർക്സിസം പറയുന്നതിന് മാറ്റമാണല്ലോ. മാറ്റമില്ലാത്ത ഒന്നുമില്ല എന്നല്ലേ പറയുന്നത്. ആ മാറ്റം എല്ലാവർക്കും വിധേയമല്ലേ, ബാധകമല്ലേ. അതെന്തുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിലാരും ഇടപെടേണ്ട കാര്യമില്ല, അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒരു അപകടമുണ്ടെന്ന് എന്തുകൊണ്ടോ അദ്ദേഹത്തിനെ ആരും ധരിപ്പിച്ചില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി താങ്കൾ ചെയ്യുന്ന തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയൻ. പിണറായിക്ക് പകരം ആര്? CPM പറയട്ടെ, ആരാ പകരം? അവിടെ പകരം വെക്കാൻ ആളില്ല. ആ രീതിയിലാണ്. അത് അദ്ദേഹത്തിൻ്റെയും കൂടെ കുഴപ്പമാണ്, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ കുഴപ്പമാണ്. അവർ പുതിയ ആളുകളെ കൊണ്ടുവരണ്ടേ. എല്ലാ കാലത്തും ഒരാൾ ജീവിച്ചിരിക്കുമോ? മനുഷ്യനല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഭൗതികമായ ചിന്തയിലൊന്നും ഒരു താല്പര്യമില്ലാതെ പോയതിൻ്റെ ഫലമായിട്ട് വഴിതെറ്റി ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു എന്താ പറയുന്നത്, ഞാനത് പറയുന്നത് ശരിയല്ല, ഏതോ ഒരു സംഘത്തിനകത്തിങ്ങനെ അകപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിന് പുറത്ത് വരാനും കഴിയുന്നില്ല, അകത്ത് തുടരാനും കഴിയുന്നില്ല. അങ്ങനൊരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്.